ആകാശവാണി നമസ്കാരം. സേവാ പർവിന്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന ചർച്ചാ പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാറാണ്. ഒപ്പം ഞാൻ സ്മിതി എം പള്ളുരുത്തി. ചർച്ചയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയരാനുള്ള പ്രയാണത്തിലാണ് ഇന്ന് നമ്മുടെ രാജ്യം. ദീർഘകാല കാഴ്ചപ്പാടോടുകൂടിയ ഒട്ടനവധി നടപടികളാണ് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാനാകുന്നത്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് കേന്ദ്ര സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം സർ. നമസ്കാരം. നമ്മൾ സമ്പദ്ഘടനയുടെ കുതിച്ചുചാട്ടത്തെ പറ്റി പറയുമ്പോൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ അതിന്റെ പ്രതിഫലനം എങ്ങനെയാണ് നേരിട്ട് ദൃശ്യമാകുന്നത് അത് ചർച്ച ചെയ്യുന്നതായിരിക്കും കൂടുതൽ അർത്ഥവത്താകുക എന്ന് എനിക്ക് തോന്നുന്നു. വനിതകൾ, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് ഇതിന്റെ ഗുണഫലങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടാകും നമ്മുടെ തുടക്കം. മുദ്രാ വായ്പകൾ, തൊഴിൽ ഉറപ്പു നൽകുന്ന പദ്ധതികൾ എന്നിവയൊക്കെ ഇവിടെ എത്രത്തോളം പ്രസക്തമാണ്? നമ്മുടെ പരമ്പരാഗത സമൂഹത്തിൽ വലിയ പങ്ക് പുരുഷന്മാർക്കാണ് സമ്പദ്ഘടനയിൽ ഉണ്ടായിരുന്നത്. വനിതകൾക്കും ചെറുകിട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കുമെല്ലാം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യം തീരെ ഇല്ലാതിരുന്നൊരു ചരിത്ര പശ്ചാത്തലം നമുക്കുണ്ട്. ഇന്നത് മാറിയിട്ട് ജനസംഖ്യയിൽ 50% വരുന്ന വനിതകൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിക്കണം എന്നുള്ളത് മാത്രമല്ല, ചെറുകിട മേഖലയിലുള്ള വ്യവസായങ്ങൾ വളരണം. അത്തരം യൂണിറ്റുകൾ കൂടുതൽ പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രമേ തൊഴിലവസരവും വർദ്ധിക്കുകയുള്ളൂ, ഗ്രാമീണ മേഖലയിൽ പട്ടിണി മാറുകയുള്ളൂ. അവിടുത്തെ വികസനത്തിന് അടിത്തറ കൊണ്ടുവരാൻ ഈ സൂക്ഷ്മതലത്തിലുള്ള വളർച്ചയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് വനിതകളെ തൊഴിലവസരത്തിലേക്ക് കൊണ്ടുവരിക, അവർ GDPയുടെ ഭാഗമായാൽ മാത്രമേ ഇന്ത്യയുടെ വളർച്ചയുണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ച് ഗ്രാമീണ തലത്തിൽ ചെറുകിട മേഖലകളിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള നൈപുണ്യം സൃഷ്ടിക്കുക, അവർക്ക് കൂടുതൽ പ്രവർത്തനത്തിനുള്ള സാഹചര്യം ഉണ്ടാവുക. തൊഴിൽ പങ്കാളിത്തം ഗ്രാമീണ തലത്തിലുള്ളവർക്ക് കിട്ടുമ്പോൾ അവർക്ക് അവരുടേതായ ഒരു വരുമാനമുണ്ടാകും. എന്തായാലും കൂടുതൽ സ്ത്രീകൾ ലേബർ ഫോഴ്സിൻ്റെ പാർട്ടായാൽ മാത്രമേ ഈ നാട്ടിലെ അസമത്വങ്ങൾ മാറാൻ പറ്റുകയുള്ളൂ. ബാക്കി സാമൂഹ്യപരമായുള്ള ജീർണതകളെ മാറ്റിയെടുക്കാൻ സ്ത്രീകൾ തൊഴിൽ പങ്കാളിത്തത്തിൽ വലിയ തരത്തിൽ വരണം. ഇപ്പോൾ സ്ത്രീകളില്ല എന്നല്ല പറയുന്നത്, അത് നഗര കേന്ദ്രീകൃതമാണ്. ഗ്രാമീണ മേഖലയിൽ അത് വരണമെങ്കിൽ ചെറുകിട മേഖലയാണ് വളർത്തേണ്ടത്. ചെറുകിട മേഖലയിലാണ്, എല്ലാം സ്മോൾ സ്കെയിലാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓർമ്മിക്കേണ്ട ഒരു പ്രത്യേകത, അന്തർദേശീയ രംഗത്ത് വ്യവസായ വിപ്ലവം പഴയ കാലത്തുണ്ടായിരുന്നു. അന്ന് നമുക്ക് വ്യവസായ വിപ്ലവത്തിൽ പങ്കാളിത്തം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു വ്യവസായ വിപ്ലവത്തിനല്ല നമ്മൾ പോകുന്നത്. ഗ്രാമീണ തലത്തിലുള്ള അടിസ്ഥാന വികസനമാണ് വേണ്ടത്. ഇന്ത്യയുടെ ശക്തി എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. തീർച്ചയായിട്ടും അവിടെയുള്ള ഗ്രാമങ്ങളിലെ സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാകാൻ, അല്ലെങ്കിൽ ഇന്നത്തതിലും കൂടുതൽ വിപുലമാകാൻ വേണ്ടിയിട്ട് ചെറുകിട സംരംഭങ്ങൾ വേണമെന്നല്ലേ പറഞ്ഞത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുദ്രാ ലോണുകളൊക്കെ എത്രത്തോളം സഹായമാകുന്നുണ്ട്? അതെ, കാരണം ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണമല്ലോ, സ്വന്തമായിട്ട് സാമ്പത്തിക ശക്തി കാണത്തില്ല. അതുകൊണ്ടാണ് പരിമിതമായ പലിശ നിരക്കിൽ, സൗജന്യമായ നിരക്കിലും ഉൾപ്പെടെ മുദ്രാ ലോണുകൾ പോലെയുള്ള പദ്ധതികൾ നടപ്പിലാകുന്നത്. അതിൽ നിന്ന് തീർച്ചയായിട്ടും ചെറുകിട വ്യവസായങ്ങളിലേക്ക് അവർക്ക് കാൽ വയ്ക്കാൻ കഴിയും. അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെ സാധാരണക്കാരെയൊക്കെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ചികിത്സാ ചെലവുകൾ. ഈ ചികിത്സാ ചെലവ് ഇനത്തിലെ ബുദ്ധിമുട്ടുകൾ കുറക്കുന്ന രീതിയിൽ നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് വെച്ചാൽ അത് സമ്പദ്ഘടനയിൽ പരോക്ഷമായിട്ട് വലിയ ചലനമാണ് ഉണ്ടാക്കുന്നത്. കാരണം നിരവധി വലിയ തുകകളൊക്കെ അങ്ങനെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ചികിത്സാ ചെലവിന് സർക്കാർ സഹായം കിട്ടുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ സമ്പദ്ഘടനയെ സഹായിക്കുന്നതെന്ന് വിശദമായിട്ട് പറയാമോ? നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വിദ്യാഭ്യാസവും അടിസ്ഥാന വികസനവും അതോടൊപ്പം ആരോഗ്യവും വളരെ പ്രധാനമാണ്. സമൂഹത്തിൻ്റെ ആരോഗ്യമെന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ മാത്രമല്ല, പൊതുവിൽ എല്ലാ പേർക്കും അതിൻ്റെതായ സാഹചര്യം ഉണ്ടാക്കണം. ഇപ്പോൾ താഴെത്തട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടുതൽ ശക്തിപ്പെടണം. അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് അവസരം കൂടുതൽ ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കണം. ഇതിനോടൊപ്പം ഇവർക്ക് സ്വന്തമായി സമ്പാദ്യശീലം ഉണ്ടാകണം. അപ്പോൾ അതിന് ജൻധൻ അക്കൗണ്ട് പോലുള്ള കാര്യങ്ങൾ വളരെയധികം സംഭാവന ചെയ്യുന്നുണ്ട്. കാരണം ഇന്ന് നമുക്ക് എല്ലാവർക്കും അക്കൗണ്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു വിപ്ലവമാണ്. നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് അക്കൗണ്ടുകൾ എത്ര പേർക്കുണ്ടായിരുന്നു എന്ന് ഒരു 15 കൊല്ലം മുമ്പ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ജനസംഖ്യയുടെ ഒരു ചെറിയ ശതമാനത്തിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, എല്ലാവർക്കും അക്കൗണ്ട് വേണം എന്നുള്ള നിർബന്ധമായ ഗവൺമെൻറ്റിൻ്റെ നയമുണ്ട്. ഇത് പിൽക്കാലത്ത് അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനും സമ്പദ്യശീലം ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് വരുന്ന അടിയന്തര ഘട്ടങ്ങൾ, അതിനകത്ത് ചികിത്സ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അതിന് ഗവൺമെൻറ് തന്നെ നൽകുന്ന ചില സൗജന്യ പദ്ധതികളുണ്ട്. ആ പദ്ധതികളും ഇൻഷുറൻസ് പദ്ധതികൾ ഉൾപ്പെടെ അതെല്ലാം അവെയിൽ ചെയ്യാൻ, അതൊക്കെ അവർക്ക് നേരിടാനും അവർക്കത് ലഭിക്കാനുമുള്ള സാഹചര്യങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വലുതായി മുന്നോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമ്പാദ്യശീലം വേണം,
ഗവൺമെൻറ്റിൻ്റെതായ വായ്പകൾ വേണം, അതോടൊപ്പം നയങ്ങൾ, ആരോഗ്യരംഗത്തുള്ള നയങ്ങൾ, ഇൻഷുറൻസ് പോളിസി, ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ജനപങ്കാളിത്തത്തോടുകൂടി ആരോഗ്യ വികസനം വർദ്ധിപ്പിക്കുകയുള്ളൂ. ശരിയാണ്. നേരത്തെ ഇല്ലാതിരുന്ന രീതിയിലാണ് ഇവിടെ ആരോഗ്യ സേവനങ്ങളുള്ളത്. അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ജീവിത ദൈർഘ്യത്തിലുണ്ടായ വളർച്ച. അപ്പോൾ മറ്റൊരു കാര്യം അതിനോടൊപ്പം ഉള്ളത്, നമ്മുടെ ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. ഇതിലൂടെയെല്ലാം ജനങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടുന്നവർക്ക് സമ്പാദിക്കാൻ കുറച്ച് പൈസ കിട്ടുന്നു. അത് എങ്ങനെയായിരിക്കും GDP-യിലേക്ക് പ്രതിഫലിക്കുക? അത് വലിയ കാര്യമാണ്. കാരണം GDP എന്ന് പറയുന്നത് വിശാലമായി രാജ്യത്തുണ്ടാകുന്ന സേവനങ്ങളുടെയും ട്രേഡിൻ്റെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള മൊത്തത്തിലുള്ള ഒരു മൂല്യത്തെയാണ് GDP എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ സാമ്പത്തിക ശക്തിയെ വളർത്തുന്നു. അത് ഗ്രാമീണ തലത്തിൽ തന്നെ GDP വളർച്ചയുടെ ഒരു സാഹചര്യം ഉണ്ടായാൽ, മുമ്പ് ഗാന്ധിജി പറഞ്ഞ പോലെ ഓരോ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തതയിലെത്തുക, ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തതയിലായ രാജ്യം വളരെ വലുതായി എന്നുള്ളതാണ്. താഴെ തലത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെ അടിസ്ഥാന വികസനത്തിന് ഗുണം ചെയ്യും. അതുവഴി തീർച്ചയായിട്ടും GDP-യുടെ വളർച്ച ഗ്രാമീണ തലത്തിൽ ശക്തിപ്പെടും. ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ മുന്നേറ്റമാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിർമ്മാണ മേഖലയിൽ, മാനുഫാക്ചറിങ് സെക്ടറിൽ, അതേപ്പറ്റി കൂടി നമുക്കൊന്ന് പറഞ്ഞാലോ? തീർച്ചയായിട്ടും അടിസ്ഥാന വികസനം ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 60,000 കിലോമീറ്ററിനപ്പുറം അടിസ്ഥാന വികസനം ഉണ്ടായി. ഈ അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറുമുണ്ട്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. ഞാനിപ്പോൾ പറയുന്നത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളാണ്. റോഡുകൾ, പാലങ്ങൾ, കലുങ്കുകൾ, കാരണം ഇതെല്ലാം വളരെ പ്രധാനമാണ്. ഇത് സംഭവിക്കാതിരുന്നത് കൊണ്ട് ഗ്രാമങ്ങൾ മുഖ്യധാരയിൽ വരാതെയായി. അപ്പോൾ ചുരുക്കത്തിൽ അടിസ്ഥാന വികസനം ശക്തമായാൽ അവിടെ തീർച്ചയായിട്ടും വികേന്ദ്രീകരണ വികസനം ഉണ്ടാകും, തീവ്രവാദത്തെ തടയാൻ പറ്റും. ഞാനിത് പറയുമ്പോൾ പഴയകാലത്ത് മാവോയിസമൊക്കെ വളരെ ശക്തമായി ഉണ്ടായിരുന്ന ഗ്രാമങ്ങൾ ഇന്ന് അവയൊക്കെ മാറി. അതോടൊപ്പം തന്നെ ഗ്രാമങ്ങളിൽ കൂടുതൽ റോഡുകൾ വന്നു. റോഡുകൾ വരുന്നതോടൊപ്പം ഓഫീസുകൾ വരുന്നു, ആശുപത്രികൾ വരുന്നു, സ്കൂളുകൾ വരുന്നു. അപ്പോൾ വെറുതെ റോഡ് ഇങ്ങനെ പോവുകയല്ല, റോഡിനോടൊപ്പം ബന്ധപ്പെട്ട് വാണിജ്യവും വ്യവസായവും പ്രാദേശിക തലത്തിലുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാന വികസനം ലോക സമാധാനത്തിനും രാജ്യത്തിൻ്റെ നന്മയ്ക്കും പൊതുവിലുള്ള വികസനത്തിനും സഹായമാകും. എല്ലായിടത്തും ഒരു കണക്ടിവിറ്റി ഉണ്ടായിട്ടുണ്ട്. ഈ കണക്ടിവിറ്റിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിൽ നമ്മൾ ഇതുവരെ കണ്ടെത്താത്ത മേഖലകൾ, ത്രിപുര, മേഘാലയ, അവിടെയൊക്കെ തന്നെ റെയിൽവേ സർവീസുകളും റോഡ് സർവീസുകളും ശക്തിപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഇതെല്ലാം വികസനത്തിന് ഗുണം ചെയ്യുന്നു. ഇതുവഴി ഒരു വശത്ത് തൊഴിലവസരം വർദ്ധിപ്പിക്കുന്നു, മറുവശത്ത് എക്കോണമി നന്നാവുന്നു, സമ്പദ് വ്യവസ്ഥ നന്നാവുന്നു. ചുരുക്കത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റാണ്. ഞാൻ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് വന്ന ആശുപത്രിയുടെ കാര്യം പറയുമ്പോൾ അത് സോഷ്യലാണ്. എഡ്യൂക്കേഷൻ, സ്കൂളും കോളേജും പറയുമ്പോൾ അത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും സമന്വയിപ്പിച്ച് ഗ്രാമീണ തലത്തിലുണ്ടായ ഒരു വളർച്ചയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലുണ്ടായത്. അതിൻ്റെ ഫലമായുള്ള പ്രത്യേകത എന്താണ്? 25 കോടി ജനങ്ങൾ പട്ടിണിയിൽ നിന്ന് മോചിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അടിസ്ഥാന വികസനം വലിയ രീതിയിൽ പട്ടിണിയിൽ നിന്നും മോചിക്കപ്പെടുക മാത്രമല്ല, വികസനത്തിലേക്കുള്ള കാൽവയ്പ്പിന് സാഹചര്യമുണ്ടാകും. കയറ്റുമതി രംഗത്ത് നമ്മൾ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ കയറ്റുമതിയെ പറ്റി ചർച്ച ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ആവില്ല ഈ ഒരു വിഷയത്തിൽ. അതുപോലെ തന്നെ പ്രത്യക്ഷ വിദേശ നിക്ഷേപം, FDIയുടെ കാര്യത്തിൽ, ഇത് രണ്ടിലുണ്ടായ മുന്നേറ്റങ്ങളെ പറ്റി കൂടി നമുക്കൊന്ന് പറയാം. ഇത് നമ്മൾ 1991 ശേഷമുണ്ടായ ഒരു പ്രക്രിയയുടെ വൻ ശക്തമായ തുടർച്ചയാണ്. ആഗോളീകരണവും ഉദാര നവീകരണവുമൊക്കെ വന്നതിന് ശേഷം നമ്മുടെ വളർച്ചയുടെ അടിസ്ഥാനം ഒരു വശത്ത് അടിസ്ഥാന വികസനത്തിൻ്റെ വളർച്ചയും മറുവശത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുക അഥവാ കയറ്റുമതി ചെയ്യുക. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്, നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. ആ എക്സ്പോർട്ടിൻ്റെ പവർ വർദ്ധിപ്പിച്ചതാണ് നമുക്കറിയാം സമീപകാലത്ത് അമേരിക്കയും മറ്റും ചുടിപ്പിച്ച് അവർ നമുക്ക് തീരുവ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ വാസ്തവത്തിൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് എക്സ്പോർട്ടിൽ കൂടിയുള്ള എക്കോണമിയുടെ വളർച്ചയാണ്. കയറ്റുമതിയും ഇറക്കുമതിയും തമ്മിലുള്ളൊരു ബാലൻസ് ഓഫ് ട്രേഡ് എക്കോണമിയുടെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ എക്സ്പോർട്ടിൽ നിന്നുള്ള ഇൻകം രാജ്യത്തിൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിനെ വർദ്ധിപ്പിച്ചു. അപ്പോൾ വിദേശ നാണയം, അത് ചോദിച്ചത് നന്നായി, ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ വിദേശ നാണയ ശേഖരമുള്ള 2 രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ്. ഏഷ്യയിലെ ചൈനയും ഇന്ത്യയുമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ അടിസ്ഥാനം ഈ 2 രാജ്യങ്ങളാണ് തുടർച്ചയായി വളർച്ച കാണിക്കുന്നത്. അതിൽ കഴിഞ്ഞ വർഷം ചൈന 4.6%, അമേരിക്ക 2.1%, നമ്മളത് 6.5% ആനുവൽ ഗ്രോത്ത് റേറ്റ്. നമ്മൾ 10ാമതായിരുന്ന സമ്പദ്ഘടനയിൽ നിന്ന് നമ്മൾ 4ാമതായി. അടുത്ത 2 വർഷത്തിനുള്ളിൽ
നമ്മൾ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപഭോഗം വർദ്ധിക്കും. ഇങ്ങനെ കൺസംഷൻ വർദ്ധിക്കുമ്പോൾ അത് സമ്പദ്ഘടനയിൽ വലിയ ഉത്തേജനമാണ് നൽകുന്നത്. അതെ, അത് നമുക്ക് പറയാതെ പോകാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അല്ല, തീർച്ചയായിട്ടും ഞാൻ അതേക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടെ രാജ്യത്ത് മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു വലിയൊരു വളർച്ചയുണ്ടായി. എക്സ്പ്ലോഷൻ എന്ന് തന്നെ പറയാം. പക്ഷേ ഈ മിഡിൽ ക്ലാസ്സിൻ്റെ വളർച്ചയുടെ ഒരു പ്രത്യേകത, അവർക്ക് കൺസംഷനുള്ള, ഉപഭോഗത്തിനുള്ള ശക്തി വർദ്ധിച്ചു. ഈ പർച്ചേസിങ് പവറിൻ്റെ ശക്തി വർദ്ധിച്ചതോടുകൂടി നമ്മുടെ നാട്ടിൽ കൂടുതൽ സാധനങ്ങൾ, അതിപ്പോൾ ആഭ്യന്തര കൺസ്യൂമർ പ്രോഡക്ട്സ് ആയാലും, അതല്ലെങ്കിൽ മോട്ടോർ സൈക്കിള്, കാറ്, ജീവിത സൗകര്യങ്ങൾ, ഹോം അപ്ലയൻസ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങിക്കൂട്ടാനും അത് പ്രവർത്തിക്കാൻ നമ്മുടെ ജീവിത നിലവാരം ഉയരുന്നു. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കൺസ്യൂമർ പ്രോഡക്ട്സ് ഈ രാജ്യത്ത് തന്നെ നിർമ്മിക്കുക. അപ്പോൾ ഈ രാജ്യത്ത് തന്നെ നിർമ്മിച്ചാൽ വിദേശത്ത് നമ്മളിത് വാങ്ങാതെ നമ്മുടെ നാട്ടിൽ തന്നെ വില കുറച്ച് നമുക്ക് വാങ്ങാൻ കഴിയും. അങ്ങനെ ഒരു കൺസ്യൂമർ സൊസൈറ്റി ആയിട്ട് നമ്മൾ മാറണം. അതിൻ്റെ പ്രവണതകൾ വന്നു കഴിഞ്ഞു. പക്ഷേ കൂടുതൽ കൺസംഷൻ ഉണ്ടാകണം. ഇത് മറ്റ് രാജ്യങ്ങൾക്കും താല്പര്യമുണ്ടാകും. കാരണം നമ്മുടെ ഇവിടെ പർച്ചേസിങ് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യും. ഇതെല്ലാം ഇങ്ങനെ കൂടിച്ചേർന്ന ഒരു ചെയിൻ റിയാക്ഷൻ പോലെ നമ്മുടെ രാജ്യത്തെ വലിയൊരു ശക്തിയാക്കി മാറ്റും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ 10ാം സ്ഥാനത്ത്, സാമ്പത്തിക ശക്തിയുടെ നിലയിൽ 10ാം സ്ഥാനത്ത് നിന്ന് നാം 4ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞാൽ 2025, അത് ഈ വർഷം ജൂൺ മാസത്തിൽ PF EPF പ്രൊവിഡൻറ്റ് ഫണ്ടിൽ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ എണ്ണം റെക്കോർഡാണ്. 22 ലക്ഷം പേരാണ് രജിസ്റ്റർ ചെയ്തത്. അതായത് ഓർഗനൈസ് സെക്ടറിലെ തൊഴിലവസരങ്ങൾ അത്രയും കൂടി എന്നുള്ളതാണ്. അത് വലിയൊരു സൂചനയല്ലേ? അതേപ്പറ്റി കൂടി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അതെ, തീർച്ചയായിട്ടും. കാരണം പരമ്പരാഗതമായി നമ്മുടെ രാജ്യത്ത് സംഘടിത തൊഴിൽ മേഖല ദുർബലമായിരുന്നു. നമുക്കത് യാഥാർത്ഥ്യം അംഗീകരിച്ചാലേ പറ്റൂ. ഞാൻ ഓർക്കുന്ന ഒരു 10 വർഷം മുമ്പ് 92% തൊഴിൽ മേഖലയും വരുന്നത് അസംഘടിത മേഖലയിൽ നിന്നാണ്, അൺഓർഗനൈസ് സെക്ടറിൽ. ഇത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ ഓർഗനൈസ് സെക്ടർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഗവൺമെൻറ് ജീവനക്കാർ, ഒരുവിധം എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയിൽ ജീവിക്കുന്നവർ, അങ്ങനെയുള്ളവരെയാണ് ഓർഗനൈസ് സെക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ഓർഗനൈസ് സെക്ടർ ദുർബലമായിരുന്നാൽ ആ രാജ്യം വളരില്ല. അസംഘടിത മേഖല ദുർബലപ്പെടുകയും സംഘടിത മേഖല ശക്തിപ്പെടുകയും, അത് സ്വകാര്യ മേഖല ആയിക്കൊള്ളട്ടെ, ഗവൺമെൻറ് മേഖല ആയിക്കൊള്ളട്ടെ, അങ്ങനെ കൂടുതൽ ഓർഗനൈസ് സെക്ടർ വർദ്ധിക്കുമ്പോൾ അവിടെ ശമ്പളം നന്നായിരിക്കും, ജീവിത നിലവാരം നന്നായിരിക്കും, തൊഴിലും വേതനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അവരുടെ ചൂഷണം കുറഞ്ഞിരിക്കും. അതാണ് ഈ സംഘടിത മേഖലയുടെ പ്രത്യേകത. നമ്മുടെ കാർഷിക മേഖല, വ്യാവസായിക മേഖല, അങ്ങനെ നിർമ്മാണ മേഖല, ഇതെല്ലാം ഒരേപോലെ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത്. അതേക്കുറിച്ചുകൂടി ഒന്ന് പറഞ്ഞാൽ. പരമ്പരാഗതമായി കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുള്ള ഒരു സമ്പദ്ഘടനയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അന്ന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള 75% സമ്പദ്ഘടന കാർഷിക രംഗത്തായിരുന്നെങ്കിൽ കാർഷിക രംഗത്തുള്ള വരുമാനം വളരെ കുറവായിരുന്നു. ഇപ്പോൾ അഗ്രികൾച്ചർ, കാർഷിക രംഗം ആധുനികവൽക്കരിച്ചു. അതേസമയം നമ്മൾ കുതിച്ചുചാട്ടം നേടിയത് വ്യവസായ മേഖലയിലും സേവന മേഖലയിലുമാണ്. അപ്പോൾ വ്യവസായ മേഖല കൂടുതൽ ശക്തിപ്പെടുന്നതും സേവന മേഖല, സർവീസ് സെക്ടർ കൂടുതൽ ശക്തിപ്പെടുന്നതും സമ്പദ്ഘടന വളരുന്നതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ്. ഈ പറയുന്നതിൻ്റെ അർത്ഥം കാർഷിക മേഖല ദുർബലപ്പെടുന്നു എന്ന് ഒരിക്കലുമല്ല. കാർഷിക മേഖലയിൽ കൂടുതൽ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സാഹചര്യം ഉണ്ടാകണം. അവിടെ പ്രവർത്തിക്കുന്ന കർഷകർക്ക് വേതനം വർദ്ധിപ്പിക്കണം, അവരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കണം. അതിന് ഗവൺമെൻറ് കൊണ്ടുവന്ന മിനിമം സപ്പോർട്ട് പ്രൈസ്, അത് കൂടുതൽ വ്യക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങളും ഈ തരുണത്തിൽ ഓർക്കേണ്ടതാണ്. അപ്പോൾ അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും സർവീസ് സെക്ടറും നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ജനസംഖ്യയിൽ ഏതാണ്ട് 48% ആൾക്കാർ മാത്രമാണ് കാർഷിക മേഖലയിൽ. പണ്ട് 78-ൽ നിന്നാണ് 48-ലേക്ക് വന്ന് നോക്കും. കൂടുതൽ ആൾക്കാർ ഇൻഡസ്ട്രിയിലും സർവീസ് സെക്ടറിലും വരുന്നതും ഒരു രാജ്യം ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അങ്ങനെ ഒരു ആധുനിക വികസിത രാജ്യമായി മാറാനുള്ള ട്രെൻഡാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ശരിയാണ്, ഒരു മുന്നേറ്റത്തിൻ്റെ, വളരെ വലിയ മുന്നേറ്റത്തിൻ്റെ സൂചനകളാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ചർച്ചയിൽ പങ്കെടുത്ത് വിശദീകരിച്ചതിന് നന്ദി. സേവാ പർവിൻ്റെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ എന്ന വിഷയത്തിലെ ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. ഏകോപനം ലെമി ജി നായർ. പങ്കെടുത്തത് കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജി ഗോപകുമാർ. നിർവഹണം സ്മിതി എം പള്ളുരുത്തി.